അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ മാങ്ങാക്കറി ഞാൻ ഇന്ന് കോഴിക്കോടേക്ക് കൊണ്ടുവന്നിട്ട് കോഴിക്കോട് മാങ്ങാക്കറി ആക്കാൻ പോവാ. നല്ല മാങ്ങ, അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊന്നും ഉണ്ടാക്കാമെന്ന് വെച്ചത്. നമുക്ക് എന്തായാലും ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം. ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, പിന്നെ മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വിനാഗിരി, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ 1-ാം പാല്, 2-ാം പാല്, ഇതൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ മാങ്ങയെന്ന് തൊലി കളയാം. ഒരു മാങ്ങ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇതാ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂടെ, കുറച്ച് ഉപ്പും കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് പുരട്ടി അങ്ങനെ വെച്ചേക്കാം. ഒരു മൺചട്ടി എടുത്തു, അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഒരു സവോള, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് തട്ടിക്കൊടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടിയത് ഇതാ വിനാഗിരി ഒരു 1/2 സ്പൂൺ, കുറച്ച് മാങ്ങയിലേ ഉള്ളൂ, 1 സ്പൂൺ വെളിച്ചെണ്ണ, നന്നായിട്ട് അങ്ങോട്ട് ഞെരടാം. നല്ല പോലെ ഞെരടിയിട്ടുണ്ട് കേട്ടോ. മാങ്ങയും കൂടെ അങ്ങ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തേക്കാം. ഇനിയും നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. സ്റ്റൗ ഒക്കെ അങ്ങ് ഓൺ ചെയ്തു, ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ മാങ്ങാക്കറി ഒന്ന് നോക്കണ്ടേ വെന്തോന്ന്. മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. 1-ാം പാൽ ഒഴിക്കുവാണേ. ചെറുതായിട്ട് തിള വരുമ്പം ഒരു വറവും കൂടെ ഇട്ടാൽ മതി. ആ സമയം കൊണ്ട് നമ്മളൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് അരിഞ്ഞതാണ്. വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇടാം. അങ്കമാലിക്കാരുടെ മാങ്ങാക്കറി അടിപൊളിയാട്ടോ, സൂപ്പറാ. ഒരു മീൻ വറുത്തവും കൂടെ ഉണ്ടെങ്കിൽ ചോറുണ്ടാൻ അതുമാത്രം മതി കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.